തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പരിധിയിലെ അനധികൃത കടമുറികൾ പൊളിച്ചു നീക്കി. പാളയം മാർക്കറ്റ് പരിസരത്തെ കടമുറികളാണ് കോർപ്പറേഷൻ പൊളിച്ചത്. സ്മാർട്ട് സിറ്റി കെട്ടിടത്തിന്റെ പരിധി വിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും പൊളിച്ചു നീക്കും. പ്രദേശത്ത് പ്രതിഷേധിക്കുകയാണ് കച്ചവടക്കാർ. ഇപ്പോൾ അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, അവിടെ ഇപ്പോൾ കച്ചവടക്കാരുടെ പ്രതിഷേധം ഏത് തരത്തിലാണ്? ഇപ്പോഴും പൊളിക്കൽ നടപടികൾ തുടരുകയാണോ? പൊളിക്കൽ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് മഹേഷ്. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിൽ നിന്ന് അനധികൃതമായി നിർമ്മിച്ച മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മേയർ, അന്ന് ഒരു കട മാത്രമാണ് പൊളിച്ചത്. അന്ന് അതിനുശേഷം മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ സ്വയം തന്നെ പൊളിച്ചു നീക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വീണ്ടും എത്തി പാളയം മാർക്കറ്റിലെത്തി ഈ അനധികൃതമായ കെട്ടിടം നിർമ്മിച്ച് കച്ചവടക്കാരോട് വീണ്ടും കോർപ്പറേഷൻ അധികൃതർ സംസാരിച്ചു, ഒഴിഞ്ഞു മാറാൻ നിർദ്ദേശിച്ചു. ശേഷമാണ് അവിടെ പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചത്. ആ സമയത്ത് തങ്ങൾക്ക് ഇതിന് നേരത്തെ ഒരു മുന്നറിയിപ്പൊന്നും കിട്ടിയില്ല നിങ്ങളുടെ ഭാഗത്ത് എന്നുള്ളൊരു കാര്യം കൂടെ കച്ചവടക്കാരെല്ലാം അറിയിച്ചു എന്നുണ്ടെങ്കിൽ പോലും നേരത്തെ തന്നെ മേയർ സൂചിപ്പിച്ചതാണ് ഒഴിയണം എന്നുള്ളത്. ആ ഒരു കാര്യം അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടും ഈ ഒരു നടപടിയുമായിട്ട് അധികൃതർ മുന്നോട്ട് പോവുകയായിരുന്നു. 2 കടകളാണ് നിലവിൽ പൊളിച്ചിരിക്കുന്നത്. ഒന്നൊരു മാംസം വിൽക്കുന്ന ഒരു ഷോപ്പാണ്, ഒരു ശാലയാണ്. മറ്റൊന്നെന്ന് പറയുന്ന ഒരു ചായക്കടയാണ്. ഈ 2 കടകളും അനധികൃതമായി നിർമ്മിച്ചതാണ്. അതൊരു ഷീറ്റ് മുന്നോട്ട് വെച്ച് അവർ ഉണ്ടാക്കിയതാണ്. ഈ 2 കടകളും നിലവിൽ ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് മഹേഷ്.